നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബീഫ് കിട്ടുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. രാവിലെ റോഡ് ഫുള്ള് കാലിയായിരുന്നു. ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ അവസ്ഥ കണ്ടോ? ചെന്നൈ പത്തി ഇവിടെ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ ഓട്ടോക്കാരാണ് രാജാവ് അല്ലേ? ஆக்சுவலி இது பெரியமேட்ல சிக்னலுக்கு ஆப்போசிட்ல இருக்கு. G2 போலீஸ் ஸ்டேஷன் ஆப்போசிட்ல. ബീഫ് മസാല നോക്കി പോകണം. സേഫ് ജേണി. നമസ്കാരം, ഞങ്ങൾ ചെന്നൈയിലാണുള്ളത്. നമ്മളുടെ നോർത്ത് ഈസ്റ്റ് യാത്ര ഇന്ന് ഇവിടത്തോട് ഈ ഒരു ദിവസത്തോടു കൂടി പരിസമാപ്തിയാണ്. 3 പേരും ഞങ്ങളിന്ന് 3 വഴിക്ക് പിരിയും. സന്തോഷേട്ടനും രഞ്ജിത്തേട്ടനും കൂടെ വണ്ടിയെടുത്ത് നേരെ കേരളത്തിലോട്ട് പോകും. ഞാനിവിടുന്ന് ഒരു ചെറിയ ഫ്ലൈറ്റ് പിടിച്ചിട്ട് നേരെ കാലിക്കറ്റിലേക്ക് പോകും. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എന്താ പറയുക റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ചെറിയൊരു ഓട്ടോ എടുത്തിട്ട് ചെറിയ സിറ്റി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ഇന്ന് അറിയുന്നത് ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. എന്താണ് ചിത്രമാസം അല്ലേ? അവരുടെ തമിഴ് മാസം തുടങ്ങുകയാണ്. അതെ അതെ. നമ്മുടെ നാട്ടിൽ എന്താ പറയുക മേടമാസം 1-ാം തീയതി വിഷു ആഘോഷിക്കുന്നത് പോലെ ഇവിടെ ഇവരുടെ ചിത്തിര മാസം 1-ാം തീയതി പബ്ലിക് ഹോളിഡേ ആണ്. റോഡ് മൊത്തം കാലിയാണ്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഇന്ന് ഞങ്ങൾ തകർക്കും അല്ലേ? ഇന്ന് തകർക്കാനായിട്ട് തന്നെ പോവാണ്. അപ്പോൾ നമ്മളുടെ യാത്രയുടെ എൻഡിങ് അച്ഛനെ 1-2 കാര്യം പറഞ്ഞേ. യാത്ര ഇപ്പോൾ 30 ദിവസം ഏകദേശം ഒരു 10,000 കിലോമീറ്ററോളം. 10,000 അല്ല 14,000 കിലോമീറ്റർ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് 6 സംതിങ് ഓടി. ഒരു 12,000 കിലോമീറ്റർ കറക്റ്റ് നോക്കിയിട്ടില്ല. നമുക്ക് 12,000 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു. ഇതുവരെ നമ്മൾ വളരെ സന്തോഷമായി ഇവിടെ വരെ എത്തിച്ചേർന്നു. ഇനി നാളെ കേരളത്തിൽ ചെന്നിട്ട് ബാക്കി വീണ്ടും അടുത്ത പ്രോഗ്രാം യാത്രയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സ്ഥലത്തിൻ്റെ പേരറിയോ? അങ്ങനെ ഞങ്ങൾ ചെന്നൈയിലെ സെൻട്രലിൽ നിന്നും മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. എല്ലാവരും ഉണ്ട്. ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് സന്തോഷേട്ടൻ. ഹായ്. ഇതാണ് നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ. രത്ന കഫേ എന്ന് പറഞ്ഞപ്പോഴാണോ സമയം? ചെന്നൈയിലെ ആദ്യത്തെ ദിവസം മോർണിംഗ് ഞങ്ങൾ മസാല ദോശയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നല്ല അടിപൊളി മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ മസാല ഗീ മസാല ദോശ. ഞാനും എഴുതേട്ടണം മസാല ദോശ. സന്തോഷമായിട്ട് നല്ല പൂ പറക്കുന്ന ഇഡ്ഡലി. പൂപോലെ ഇഡലി. ഇതിലും നല്ല സാമ്പാറുണ്ടാക്കും, നല്ല മസാല ഇഡലിയാണ്. പക്ഷെ ഇതിലും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കും. എന്നാണ് ഈ സാമ്പാറിൻ്റെ പ്രത്യേകത. എനിക്കൊന്നും പിടികിട്ടുന്നു. ഫിൽറ്റർ കോഫി 1 3 എനിക്ക് വേണ്ട 2 അമ്പലത്തിലൂടെ പറഞ്ഞതാണ്. ബിരിയാണി ഫ്രീയാ മൊത്തം? രാജ്യമാക്കുവാണെങ്കിൽ വേണ്ടിയുടെ പഞ്ചായത്ത് വണ്ടിയിലുണ്ട്. അതെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയൊരു മുസ്ലിം പള്ളി കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കംപ്ലീറ്റ് മുസ്ലിംസ് ഏരിയ ആണ്. പക്ഷേ നമുക്കുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബീഫ് കിട്ടുന്നൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഞങ്ങൾ എന്താ പറയുക ലെതറിൻ്റെ ഷൂ അതുപോലെ 1-2 ബാഗ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കട തിരഞ്ഞുകൊണ്ട് നടക്കുകയാണ്.
ഒരു ലെതർ ഷൂവിൻ്റെ കട ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയാണ് അവസ്ഥ എന്നറിയില്ല, നോക്കട്ടെ. ഒറിജിനൽ ലെതറാണോ? ഓ ഇല്ലല്ലോ. ാണെങ്കിൽ ആ സ്മെല്ല് വരും. സ്മെല്ല് വരും. അതെ അതെ അതെ. അണ്ണാ ഇതൊക്കെ എന്നാ റേഞ്ച്? 950. ലെതറാ ഇതാ? ഇത് മാതിരി സൈസ് പറഞ്ഞു. ഓക്കെ സൈസ് എടുക്കുവാ. ഓഫർ ഒന്നുമില്ല. ഇങ്ങനെ വലിച്ചിടുക. നോക്കട്ടെ. വലിച്ചിടുന്നു. 1300. പക്ഷെ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന പോലല്ലോ, ഭയങ്കര റേറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതൊക്കെ 800, 700. ആ അതെ അതെ അതെ. ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ടുണ്ട്. അവിടെ എന്താ പറയുക, ലെതർ ഒറിജിനൽ അല്ല, പക്ഷെ അവർ ഭയങ്കര റേറ്റാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ടുണ്ട്. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്ത് നോട്ടെ. സൂപ്പർ നല്ലതാണ്, പക്ഷേ ഇവർ പറയുന്ന വിലയല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 2000-3000 വരും. 1000 വില വരും എന്തായാലും. ഓ എവിടെ? വരില്ല. നമ്മുടെ നാട്ടിൽ 2000 മുകളിൽ. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ റബ്ബറാണ്, ഫുള്ള് റബ്ബറാണ്. എത്ര എടുക്കണ്ണ? എത്ര വരും? ആ എவ்வளோ? 1590. இந்த சைஸ் கிடையாது எனக்கு. என்ன சைஸ்? கம்மி கிடையாதா? டிஸ்கவுண்ட் பண்ணி தரேன். எவ்வளோ? நான் பண்ணுறேன், முதல்ல சைஸ் இருக்கா பார்த்துக்கோங்க. 42 இருக்கா? 41 தான். செக் பண்ணுறேன். பாரு. അല്ല അത് ഒടിയുന്നുണ്ടല്ലോ സാധനം. ഒടിയുമല്ല, മറ്റേ ഇതാവുന്നുണ്ട്. ഞാൻ ക്യാരറ്റ് 900 രൂപ சொல்ல 100 കൊടുക്കണം. ഞാൻ 1000 കൊടുക്കണം. അത് ഏത്? 1500 ഞാൻ ഇന്ന് വേറെ ഞാനും ചെയ്തു. இவரு தான் மேனேஜர் கடைக்கு. 900 கொடுங்க, நான் ஒரு சந்தோஷத்துக்கு நான் சொல்ல ஒரு 100 ரூபா ரிட்டர்ன் கொடுன்னு சொல்லுங்க. கொடுங்க, நான் கம்மி தான் சார், 1000 ரூபாய் கம்மி. அது ஒரு 50 ரூபா கொடுங்க. ஓகே ஓகே ஓகே, இப்போ பரவாயில்ல. இப்போ தேங்க்ஸ், ரொம்ப தேங்க்ஸ். நல்ல ரேட் இது. ஓகே ஒரு வீடியோ எடுத்து. ஓகே தேங்க் யூ சார். சும்மா நம்மள இது. ஓகே, உங்கள் பேர் என்ன? என் பேர் சிக்கந்தர். സിക്കന്ദർ. ഓക്കെ அன்சர். അൻസാർ. ഓക്കെ, ஓகே ரொம்ப നന്ദി. ഇതും കൂടെ എടുക്കടാ. നമ്മൾ ഈ പേസി എല്ലാം വന്ന് വീഡിയോയ്ക്ക് ഓക്കെ தேங்க் யூ சார். ഇത് കറക്റ്റ് ഓക്കെ അണ്ണാ. ഇവിടെ കട കാണുന്നില്ലല്ലോ. നമ്മൾ രാവിലെ പറഞ്ഞില്ലായിരുന്നോ, ചിത്തിര മാസം എന്താ പറയുക, ഗവൺമെൻറ് ഹോളിഡേ. രാവിലെ റോഡ് ഫുള്ള് കാലിയായിരുന്നു. ഇപ്പോൾ കണ്ടോ ഇവിടുത്തെ അവസ്ഥ കണ്ടോ? റോഡ് ക്രോസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അത്രയും തിരക്കാണ്. കംപ്ലീറ്റ് മാർക്കറ്റ് ഓണായി. ഞങ്ങളെന്തായാലും ഒരു ചെരുപ്പ് മേടിച്ചു, ബാഗ് കിട്ടിയില്ല. റൂമിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഒരു 1-2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യണം. എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചെ 5:30-5:30ക്കാണ്. അവർ സന്തോഷ് ചേട്ടനും രഞ്ജിത്തേട്ടനും കൂടെ വണ്ടി എടുത്തിട്ട് എന്നെ എയർപോർട്ടിൽ വിട്ടിട്ട് പോയില്ലേ? അല്ലേ പോയില്ലേ? നേരെ റൂമിലേക്ക്. അല്ല, എന്നെ എയർപോർട്ടിൽ വിട്ടിട്ട് പോയില്ലേ? പിന്നെ എയർപോർട്ടിൽ വിട്ടിട്ട് പിന്നെ എയർപോർട്ടിൽ ചവിട്ടി തള്ളിയിട്ടേ പോകും. പോകത്തുള്ളൂ. അപ്പം ഞങ്ങൾ എന്തായാലും റൂമിൽ പോകുന്നു, റെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നൈയിൽ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ഓട്ടോ വിളിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ രജനീകാന്ത് സ്റ്റൈലാണ്. അണ്ണൻ ഒന്ന് കാണിച്ചോ. ചെന്നൈ പറ്റി ഏതാ சொல்லுங்க. ചെന്നൈ പറ്റി சொல்லுங்க. எங்க ചോദിക്കാം. சென்னைக்காரன் சொல்லுங்க.
ஏதாவது சென்னை பற்றி சொல்லுங்க. யூடியூப் നല്ല സൗഹൃദമായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സഹകരണമുണ്ട്. നമ്മൾ എല്ലാ സ്റ്റേറ്റുകളും കവർ ചെയ്ത പോലെയല്ല, നല്ല സ്ഥലം. പണ്ട് വന്ന ചെന്നൈ ഒന്നുമല്ല, നീറ്റ് ആൻഡ് ക്ലീൻ. എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ ഓട്ടോക്കാരുണ്ട് രാജാവ് അല്ലേ? പിന്നെ അല്ലേ? ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ തന്നെ വന്നു കേട്ടോ. നമ്മൾ വിളിച്ച ഓട്ടോക്കാരനല്ലേ, അവന് ഒരു എന്താ പറയുക, വിജയ് ഫാനാണ്. മാക്സിമം ഞങ്ങൾ ചോദിച്ചു അവനടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചെന്നൈയെക്കുറിച്ച്, പക്ഷെ അവൻ പറഞ്ഞില്ല, അവൻ ഭയങ്കര നാളാണ്. ഇന്നലെ ഞങ്ങൾ ഹോട്ടലിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പറയുക, ഞങ്ങൾ ഹായ് ஹலோ நாங்கள் யூடியூப்பில் உங்கள் ஹோட்டலை உங்கள் ஹோட்டலை பற்றி நிறைய சொன்னேன். எல்லாருக்கும் தெரியும் இந்த ஹோட்டல். அது எப்படி சொல்லுங்கள் உங்கள் ஹோட்டலை பற்றி ஏதாவது. பெஸ்ட்டு சர்வீஸ் கொடுக்குறோம். ஓகே. கெஸ்ட்டுக்கு வந்து அவங்களுடைய சாட்டிஸ்ஃபைட் தான் ரொம்ப முக்கியம். கெஸ்ட்டு வரவங்களுக்கு ரூம் நீட் அண்ட் க்ளீனிங்காக இருக்கும். பெஸ்ட்டு சர்வீஸ். சின்ன ப்ரைஸுக்கு. உங்கள் ஏரியா அந்த அட்ரஸ் வந்து சொல்லுங்கள். ஆக்சுவலி இது பெரியமேடில் சிக்னலுக்கு ஆப்போசிட்டில் இருக்குது. G2 போலீஸ் ஸ்டேஷன் ஆப்போசிட்டில் உள்ள வந்தீங்கன்னா 3வது பில்டிங். ஓகே. சென்ட்ரல் பக்கத்தில். சென்ட்ரல் 400 மீட்டர்ஸ் தான் டிஸ்டன்ஸ். சென்ட்ரல். யா. ஓகே. தேங்க்யூ. உங்களோட ஸ்டே எப்படி இருந்துச்சு? நல்லா இருந்துச்சு. அதனால தானே நம்ம வெளியிட்ட சொன்னோம். ஓகே ஓகே. தேங்க்யூ சார். ஓகே ஓகே ஓகே. പാരീസ് പക്കം താനേ ഇത്? പാരീസ് സൈഡ് താനേ? ആ. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചെന്നൈ ഒരു സംഭവമാട്ടോ. ഒരു 10-13 വർഷം മുമ്പ് എന്താ പറയുക, ഞാനിവിടെ ഉണ്ടായിരുന്ന ഒരു 2-3 വർഷം. അന്ന് കാണുന്ന ചെന്നൈയും ഇപ്പോൾ കാണുന്ന ചെന്നൈയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. பஸ் ஸ்டாண்டு சொல்லிட்டேன். எங்கே? இதுதான் பஸ் ஸ்டாண்டு. ஓகே. ஆப்போசிட்டில் நீங்கள் போகணும். ஹீரோ ஹோண்டா ஷோரூம் இருக்கும், ஆப்போசிட்டில் போகணும். ஆனால் இந்த ரோடு மட்டும்தான் இப்படியே இருக்கு. மற்றதெல்லாம் ரொம்ப மாறிடுச்சு. இது வெள்ளக்காரன் காலத்துலேருந்து சார். ஆமாம் ஆமாம் ஆமாம். ஒரே ஸ்டேட் சென்ட்ரல். ஆமாம் ஆமாம். இது பேக்கில் மில்ட்டி. ஆ, ஒரே சேம் தான். ஆனால் 10 வருஷம் முன்னாடி இருக்கிற கதை தானே. நம்மளோட ஃப்ரெண்டு தான் அவர். ஆனால் எனக்கு ரொம்ப கன்ஃபியூஷன். ஏன்னா ரொம்ப நாளைக்கு அப்புறம் தானே பார்க்குது. அதனால தான். ஒன் இயராலாம் மாறிடுது. ஆமாம், ஆனால் இந்த ஏரியா அப்படி தான் இருக்குது. ஆனாலும் கொஞ்சம் வருஷத்துக்கு அப்புறம் தான் நான் இங்கே வரேன். அதனால கொஞ்சம் கன்ஃபியூஷன். இதுதான் சொன்னது ஹீரோ ஹோண்டா. ஓகே ஓகே. 40 வருஷமாக இங்கே இருக்கிறேன். எனக்கு தெரியாது. 40 வருஷமாக நீங்கள் இங்கே இருக்கு, உங்களுக்கே தெரியாது. சில இடம் தெரியாது. அப்போ எனக்கு எப்படி தெரியும்? ஓகே, ஹாப்பி தானே? கை கொடுங்க. ஓகே ஓகே ஓகே.
ഞാനൊരു 13 വർഷം മുന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെ തേടിയിട്ട് എന്താ പറയുക നമ്മളൊരു ഏരിയയിൽ വന്നതാണ്. അപ്പോൾ എനിക്ക് ആ കൺഫ്യൂഷനായി. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഫോൺ കൊടുത്തു, ഒരു ഓട്ടോ വിളിച്ചു, നേരെ ഇവിടെ വന്നു. എന്താ ഇതിൻ്റെ അടുത്ത് ഇവിടെ എവിടെയാണ് സംഭവം, നമുക്ക് ചോദിക്കില്ല, അവനെ വിളിച്ചിട്ട് എവിടെയെന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ക്യാമറയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. അന്ന് വന്നതുപോലെ ഒന്നല്ല, സംസാരിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ സംസാരിക്കോ പരിചയപ്പെടുത്തോ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമോയെന്നൊന്നും എനിക്കറിയില്ല. വരുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, പഴയ കഥകൾ, നമ്മൾ പണ്ട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ, പഴയ കഥകൾ നമുക്ക് കേൾക്കാം. സുഹൃത്തിനെ കണ്ടു, ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും ഇരുട്ടായി. ക്യാമറ ഓണാക്കി പല കാര്യങ്ങളും സംസാരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ശരിയായിട്ടില്ല. അതുകൊണ്ട് രംഗങ്ങളൊക്കെ ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടു, ഒത്തിരി നേരം സംസാരിച്ചു, വലിയ സന്തോഷം. തിരിച്ച് ഞങ്ങൾ റൂമിലെത്തി. ഇനി നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. റൂം വെക്കേറ്റ് ചെയ്യണം. നമ്മൾ ബാഗ് കാര്യങ്ങളെല്ലാം എടുത്ത് ചെന്നൈയോട് വിട പറയാൻ പോകുന്നു അല്ലേ? തൽക്കാലത്തേക്ക് ഒരു വിരാമം. ഷോർട്ട് ബ്രേക്ക്. നമ്മളിനി എന്ന് കണ്ടുമുട്ടും, ഇനി എന്ന് കാണും മകളെ. യാത്രയായി സൂര്യാങ്കുരം, ഏകയായി നീലാംബരം. ബൈ ബൈ ചെന്നൈ. അപ്പം നമ്മുടെ യാത്ര എല്ലാം ഇവിടെ ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ നേരത്തെ. യാത്ര അവസാനിച്ചു. നമ്മുടെ രഞ്ജിത്തേട്ടനും സന്തോഷേട്ടനും വണ്ടി എടുക്കുന്നു. അവർ നേരെ കേരളത്തിലേക്ക് പോകുന്നു. ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. നേരെ ടു കാലിക്കറ്റ്. ഇത്രയൊക്കെ ബാഗ് ഉണ്ടായിരുന്നു നമുക്ക് വരുമ്പോൾ? അല്ല, ഇത്രയും ബാഗ് നമ്മുടേത് നമ്മുടെ അയ്യോ. அது முன்னாடி வச்சு இன்னொரு பேக் இருக்கு. சென்னை யாரு வந்தாலும் சொல்லணும், இங்கே வாங்க. சர்வீஸ் நம்ம ஆல் இந்தியா இந்த நார்த் ஈஸ்ட் ட்ரிப்பில் ஃபஸ்ட் டைம் இந்த மாதிரி ஒரு ഹോസ്പിറ്റാലിറ്റി നമുക്ക് കിടക്കിയത്. നമ്മൾ സിലിഗുരിന്നേ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവസാനം നമ്മൾ ബാഗ് എടുത്ത് മറ്റേ വണ്ടിയിൽ വയ്ക്കുമ്പോൾ ഒരുത്തം വന്നില്ലേ, അതുവരെ കാണാത്ത ഒരാൾ. അതുപോലെ സമയമായതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങി. അത് കണ്ടില്ലേ, അതല്ലേ അവിടെ നിർത്തിയത്. പിന്നെ അവിടെ നിർത്തേണ്ട കാര്യം എന്താ? ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ എയർപോർട്ട് പോകുന്ന റോട്ടിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ നിർത്തിയിട്ടുണ്ട്. അടിപൊളി ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞു, അറിയില്ല. നല്ല വിശപ്പാണ്. ഇവിടെ ഇപ്പോൾ രാത്രി എന്താ പറയുക 11:30-12 മണി ആവാറായിട്ടുണ്ട്. നല്ല മട്ടൻ മതി. ഞാൻ നോക്കട്ടെ, ഞാൻ വേറൊരു പ്ലാൻ ഉണ്ട്. ചപ്പാത്തി പുറത്ത് നിന്നേ റൈസ് ചിക്കൻ മസാല ഞാൻ ഒന്നുമേ ഞങ്ങൾ പറഞ്ഞ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ബൈ ഫോർ മീ ഓൺലി വൈറ്റ്. because you are also white, that's why. ഇതിനാണ് ബീഫ് കറി കഴിക്കുന്നത്. ബീഫ് ഫ്രൈയും ബീഫ് ബീഫ് മസാല ആൻഡ് കണ്ടിട്ട് ഒരു നാടൻ ടേസ്റ്റ് കാണുന്നുണ്ട്. അതെ, ബീഫ് മസാല, ബീഫ് ഫ്രൈ, പിന്നെ ഒരു എഗ് ഫ്രൈഡ് റൈസും ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും അല്ലേ? നീ ഓക്കെ അല്ലേ? നടക്കുക അങ്ങോട്ട്. താങ്ക് യു. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ യാത്രയിൽ ഇതുവരെ കിട്ടിയിരുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഡിന്നറ്. എക്സ്പെഷ്യലി പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഫിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടി. കറി, ഡ്രൈ ഫ്രൈ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ വെജ് ഫ്രൈഡ് റൈസ്, എഗ്ഗ് ഫ്രൈഡ് റൈസ് എല്ലാം സൂപ്പറായിരുന്നു. പ്രൈസും കുഴപ്പമില്ലായിരുന്നു. നല്ല
നമ്മളിതാ ഈ ഒരു ഇതാണ് കേട്ടോ, സുക്കുബായ് മൾട്ടി കുസിൻ റെസ്റ്റോറൻറ്റ്. രാജാവേ എന്തോ പോവാന്നു എത്തിയോ? T1 T1 തന്നെ ഇവിടെ ഒന്നും വണ്ടിയൊന്നും ഇല്ലേ? എങ്ങനെ റൈറ്റിലാണ് ഇവിടെ ഉണ്ട് സന്തോഷേട്ടാ. അതല്ല പിന്നെ ലൊക്കേഷൻ നേരെ പത്തനംതിട്ട. നമ്മളെവിടെ ഇപ്പം നിൽക്കുന്നത്? ചെന്നൈ എയർപോർട്ട്. ഭാഗ്യം രാജാവിനെ ഇപ്പൊ ഞങ്ങളിപ്പോൾ യാത്രയൊക്കെയാണ്. ഞങ്ങൾ നേരെ പത്തനംതിട്ട ലക്ഷ്യമാക്കി യാത്ര ഇന്ന് രാത്രി തന്നെ ഇതൊരു ചെറിയ ബ്രേക്ക്. അടുത്തൊരു യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്യും, നമ്മൾ പ്ലാൻ ചെയ്യും, കണ്ടുമുട്ടുന്നതായിരിക്കും. ഞങ്ങളുടെ യാത്ര നോർത്ത് ഈസ്റ്റ് എന്താ പറയുക, ചെന്നൈ എയർപോർട്ടിൽ വെച്ച് ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പിരിയുന്നു. പ്രത്യേകിച്ച് നമ്മൾ ചെന്നൈയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് സമയമില്ല. ടിക്കറ്റ് കിട്ടിയപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിരിയുന്നു. ഇനി കുറച്ച് കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി കോഴിക്കോട് എയർപോർട്ടിലെത്തിയിട്ട് കാണാം. നോക്കി പോകണം. സേഫ് ജേണി. ഞാൻ ഇന്നലെ എയർപോർട്ടിനകത്ത് കയറിയാൽ ഓൾമോസ്റ്റ് സേഫാണ്. ഇവരൊന്ന് പാത്രങ്ക ഒറ്റയ്ക്ക് പാത്രങ്ക. അപ്പം എന്നാ പിരിയുന്നു, പോകുന്നു. ഓക്കെ, അടുത്ത യാത്രയിൽ കണ്ടുമുട്ടുന്നത് വരെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം. അടുത്താണ് ചെന്നൈടാ. ശരി, ഓക്കെ, വിട്ട്. ഓക്കെ. എയർപോർട്ടിനകത്ത് കയറി കുറച്ച് നേരം ഇവിടെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരുന്നു. നമ്മുടെ സന്തോഷേട്ടനും രഞ്ജിത്തേട്ടനും അവർ പോയി. നമ്മുടെ വണ്ടിയും 30 ദിവസം നമ്മൾ അവർ തമ്മിലുള്ള ആ ഒരു സംസാരവും എല്ലാം കൂടെ എന്തായാലും അവർ പോയപ്പോൾ ചെറിയ ടെൻഷൻ. എന്തായാലും ഞാനിവിടെ എയർപോർട്ടിനകത്ത് കയറി ലഗേജൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ആവാനായിട്ട് ഇനിയുണ്ട് ഏകദേശം 3-4 മണിക്കൂർ. ചെറുതായിട്ടൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ക്ഷീണമുണ്ട്, നല്ല ടയർഡാണ്. Make your food choice till then for us to serve you faster. Thank you. അങ്ങനെ 30 ദിവസത്തോളം നീണ്ടു നിന്ന നമ്മുടെ കേരള ടു നോർത്ത് ഈസ്റ്റ് യാത്ര ഈ ഒരു ഫ്ലൈറ്റ് യാത്രയോടുകൂടി അവസാനിക്കുകയാണ്. കേരളത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് യാത്ര തിരിച്ചതിന് ശേഷം ഏകദേശം 14ഓളം സംസ്ഥാനങ്ങൾ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഏകദേശം 40 എപ്പിസോഡുകളായിട്ട് നമ്മൾ ചിത്രീകരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. എല്ലാവരും നോക്കി കാണണം, അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കണം. അതുപോലെ തന്നെ ജോലിയുടെ തിരക്കിൽ നിന്നൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറ്റിക്കൊണ്ട് തുടർന്ന് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. തുടർന്നും വീഡിയോകളൊക്കെ ചാനൽ വരുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലത്തേക്ക് ബൈ.